മണലേൽ ചാക്കോച്ചന്റെ ഏറ്റുമാനൂർ രത്നഗിരിയിലുള്ള വീടിന് മുൻപിൽ നേരത്തെ നിറയെ റബ്ബർ മരങ്ങളായിരുന്നു. റബ്ബർ ലാഭകരമല്ലാത്തതിനെ തുടർന്നാണ് കരനെൽ കൃഷി നടത്തുവാൻ ഇദ്ദേഹം തീരുമാനിച്ചത്. എന്നാൽ കരനെൽ കൃഷിയുടെ സാധ്യതകളെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചും ബേബിച്ചിന് അറിയില്ലായിരുന്നു. തുടർന്ന് കൃഷിഭവനുമായി ബന്ധപ്പെട്ടപ്പോൾ നെൽവിത്തടക്കം സൗജന്യമായി നൽകാമെന്ന് അറിയിച്ചതോടെ വീട്ടുമുറ്റത്തെ കരനെൽ കൃഷി എന്ന ആശയത്തിലേക്ക് എത്തുകയായിരുന്നു. ഒപ്പം താൻ ജോലി ചെയ്യുന്ന കുമരകം കാർഷിക സർവകലാശാലയും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവും കൃഷിക്ക് പിന്തുണയുമായി എത്തിയതോടെ ചാക്കോച്ചന്റെ വീട്ടുമുറ്റത്തെ കരനെൽ കൃഷി യാഥാർത്ഥ്യമാവുകയായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു വിത്ത് വിതച്ചത്. 120 ദിവസം കൊണ്ട് വിളവെടുക്കുവാൻ കഴിയുന്ന ഉമാവിത്താണ് ഇവിടെ വിതച്ചത്. ഞാൻ ബേസിക്കലി എൻ്റെ ഫാമിലി കൃഷി ഫാമിലിയാണ്. പിന്നെ കൂടാതെ എനിക്ക് ഇവിടെ എല്ലാം റബ്ബറായിരുന്നു. ശരിക്കും റബ്ബർ ആദായകരമല്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാനത് വെട്ടിക്കളയാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഈ കരനെൽ കൃഷിയെ പറ്റി കേട്ടത്. ഇപ്പോൾ ഏതാണ്ട് 1.5 ഏക്കറോളം ഞാൻ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ വളരെ താല്പര്യം, വീട്ടുകാർ മാത്രമല്ല, ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇതിൻ്റെ പിന്നാലെയാണ്. ഇപ്പോൾ ഞങ്ങൾ റെസിഡൻറ്റ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഈ വഴിയിലെ എല്ലാ ആളുകളും ഇപ്പോൾ കൃഷി ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ മീൻകുളം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള എല്ലാ വെറൈറ്റികളും എല്ലാവരുടെയും വീട്ടിൽ വേണമെന്ന് പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സും അതുപോലെ എല്ലാവരും ഇപ്പോൾ വലിയൊരു ആഘോഷമായിട്ട് മാറിയിരിക്കുക. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കാർഷിക മേഖലയിൽ എങ്ങനെ പങ്കാളിയാകാമെന്നതിന്റെ മികച്ച മാതൃകയാണ് ചാക്കോച്ചൻ കാണിച്ചു തരുന്നതെന്ന് കുമരകം കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ എ വി മാത്യു പറഞ്ഞു. ഓരോ ഘട്ടത്തിലും നേരിട്ടെത്തി കൃഷി വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജീവാണുവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി, പ്രത്യേകിച്ച് വാം എന്ന് പറയുന്ന ഒരു ജീവാണു, സ്യൂഡോമോണാസ അസോസ്പെർലം, ഇങ്ങനെ 3 ജീവാണുക്കളാണ് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കരനെല്ല് കൃഷിയിൽ വാം എന്ന് പറയുന്ന ജീവാണുവളങ്ങൾ നമ്മൾ വിത്തിടുന്നതിന് മുന്നേ, പ്രത്യേകിച്ച് ആ കുഴിയിൽ ജീവാണുവളം ഇട്ടതിന് ശേഷം വിത്ത് നുരിയായിട്ടിടുന്നു. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ നെല്ലിൻ്റെ വേരിൽ ഈ വാം എന്ന് പറയുന്ന കുമിള് പറ്റിപ്പിടിച്ച് വളരുകയും വേരുപടലങ്ങൾ കൂടുതലായിട്ടുണ്ടാകുകയും നല്ല ശക്തിയോടുകൂടി വേരുപടലങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ കൂടുതൽ ചെനപ്പുകളുണ്ടാകും. എന്നാൽ അത് ഈ വാം നമ്മൾ പാടത്തെ കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ അത്ര നല്ല റിസൾട്ട് കിട്ടത്തില്ല. കരനെല്ല് കൃഷിക്ക് അത് വളരെ എഫക്റ്റീവാണ്. കൃഷിക്കാവശ്യമായ എല്ലാവിധ സാങ്കേതിക പിന്തുണയും കൃഷി വിജ്ഞാന കേന്ദ്രം നൽകുന്നുണ്ടെന്നും ജീവാണുവളങ്ങളും സൗജന്യമായി നൽകിയെന്നും കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജി ജയലക്ഷ്മി പറഞ്ഞു. കൃഷി വിജ്ഞാന കേന്ദ്രം പ്രധാനമായി കർഷകരുടെ കൃഷിയിടങ്ങളിൽ അവർക്ക്, അതായത് പുതിയ വിത്തിനങ്ങൾ അല്ലെങ്കിൽ പുതിയ രീതികളൊക്കെ, പ്രദർശന തോട്ടങ്ങൾ അല്ലെങ്കിൽ കൃഷിയുടെ പരീക്ഷണങ്ങൾ, കൂടാതെ പരിശീലനങ്ങൾ, ഇതൊക്കെയാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഇതിൽ നിന്നുള്ള പ്രവർത്തനം സാങ്കേതിക ഉപദേശങ്ങൾ കൊടുക്കുക, കൂടാതെ ജൈവിക കീട രോഗനിയന്ത്രണങ്ങൾക്കും ജൈവ വളങ്ങളുമൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെയുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും ഈ ഒരു കരനെൽ കൃഷിക്ക് കൊടുക്കുന്നുണ്ട്. കാണക്കാരി കൃഷിഭവനിലെ കൃഷി ഓഫീസർ മിനി തമ്പിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കൃഷിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് പദ്ധതിയുടെ വിശദീകരണം എല്ലാം കൊടുത്തു. വിത്ത് നെൽവിത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സൗജന്യമായിട്ട് അദ്ദേഹത്തിന് നൽകി. പിന്നെ അതോടുകൂടി തന്നെ നമുക്ക് ഇതിന് കുറേ സബ്സിഡികളും ഈ ഒരു പദ്ധതിക്കുണ്ട്. വരും വർഷങ്ങളിൽ കരനെൽ കൃഷി കൂടുതൽ വ്യാപകമാക്കുവാനാണ് ചാക്കോച്ചന്റെ തീരുമാനം. സ്കൂൾ അധ്യാപികയായ ഭാര്യ മാഗിയും മക്കളായ അന്നാമറിയും ഡീറോസും ചാക്കോച്ചന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്കൊപ്പം സജീവമായി രംഗത്തുണ്ട്. ക്യാമറമാൻ ജോം ടി കെയോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.